മുൻ മുനിസിപ്പൽ ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി പ്രമീള ശശിധരൻ, നിങ്ങൾക്ക് ഏവർക്കും പരിചിതയായിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ, പേരെനിക്കറിയാം, ഞാൻ വെറുതെ നോക്കുകയാണ് സന്തോഷം കൊണ്ട്, ശ്രീമതി ബേബി, അതുപോലെ നമ്മുടെ ഹരിയേട്ടൻ, അതുപോലെ തന്നെ വിസ്മയ ചെല്ലേ, എൻ്റെ മുന്നിലുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ മനസ്സമാധാനത്തോടു കൂടി നിന്ന് ഒരു പ്രസംഗം നടത്താനുള്ള സമയമില്ല. എനിക്ക് ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, ഒരു സ്ഥാനാർത്ഥി ആയി പാലക്കാട് മത്സരിച്ച് കേവലം ഒരു MLA ആവുക എന്നുള്ളതല്ല എൻ്റെ സ്വപ്നം. നിങ്ങൾക്കൊരു മന്ത്രിയായി, മന്ത്രിമാരായി ആളുകളെ കാണണ്ടേ കേരളത്തിൽ? ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, BJP നേതൃത്വം നൽകുന്ന NDAക്ക് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കണം എന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ സ്വപ്നം. ആ സ്വപ്നത്തെ വാക്കാക്കി മാറ്റാൻ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പ്രവർത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ ജനറൽ സെക്രട്ടറിയായി ആ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നതും ഞാൻ ഇവിടേക്ക് വരുന്നതും. 15 വർഷം മുൻപ് ഷാഫി പറമ്പിൽ ഇറക്കിയ ഒരു പ്രകടന പത്രികയുടെ കോപ്പി എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ്സുകാരൻ തന്നു. സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആൾക്കാർ. 11 കാര്യങ്ങൾ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റ കാര്യം പോലും ചെയ്തിട്ടില്ല. അപ്പൊ 13 വർഷത്തിന് ശേഷം ഇവിടെ നിന്ന് വിജയിപ്പിച്ച ആളുകളെ മുഴുവൻ പറ്റിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. വടകരയ്ക്ക് വണ്ടി കയറിപ്പോയി, ഇവിടെ ഒരാളെ വേറെ കൊണ്ടുവന്ന ആളുടെ ചെയ്തികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം അതറിയാത്തവരായിട്ട് ആരും ഇന്ന് പാലക്കാടുമില്ല, കേരളത്തിലുമില്ല. ഇന്ന് രാവിലെ വീണ്ടും ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതൊരു കൗൺസിലർക്കെതിരായിട്ടാണ്. പാവപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ചൂഷണം ചെയ്ത ഒരു ചരിത്രം ഇന്ന് TV ചാനലുകളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കി. നമ്മുടെ ചോദ്യം എന്താണ്? ഈ രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും വികസനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കേരളത്തെയും മാറ്റണ്ടേ എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ചോദിച്ചിട്ടുള്ളത്. ഞാൻ പാലക്കാട് MLA ആയാൽ എന്ത് ചെയ്യും എന്ന് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ 40 വർഷത്തിലധികം ജനങ്ങളെ പറ്റിച്ച കോൺഗ്രസ് MLA-മാരായിരുന്നിട്ട് ജനങ്ങളോട് കൊടുത്ത വാക്ക് പാലിച്ചിട്ടില്ല. 20 വർഷത്തിലധികം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു, അവരും വാക്ക് പാലിച്ചില്ല. എന്നാൽ ഞാൻ MLA ആയാൽ എനിക്ക് വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ പാർട്ടിയിൽ പിന്നെ ഉണ്ടാവോ? അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ BJP അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ നമ്മൾ പറയുന്നത് 3 മാസത്തിനുള്ളിൽ 700 കോടിയുടെ വികസന പദ്ധതികൾ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളിപ്പോ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആളുകളുമായിട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവര് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നതിന് ഒരുപടി മുമ്പ് ചിന്തിച്ച് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രം 500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാർത്ഥകമാക്കാൻ എങ്ങനെ പറ്റും? ഒരു MLA വിചാരിച്ചാൽ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ശോഭ വിചാരിച്ചാൽ, എന്റെ കഴിവുകൊണ്ടല്ല, ഞാൻ കാലം ഇത്രയും പ്രവർത്തിച്ച സംഘടനയുടെ മികവുകൊണ്ട് പാലക്കാട് എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് പറയാനും അത് കേൾക്കാനും ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി
നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ പാലക്കാട്ടേക്ക് നിങ്ങളെ കാണാൻ വരികയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എല്ലാവരും ആ കോട്ട മൈതാനിയിലേക്ക് വരണം, പ്രധാനമന്ത്രിയെ കാണണം എന്നുകൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്ന്. രണ്ടാമതായിട്ട്, പാലക്കാടില് ഒന്നുമില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരാൾ നോക്കണ്ടേ? ആരോഗ്യവകുപ്പ് മന്ത്രി നദ്ദാജിയാണ്. നദ്ദാജി നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. 6 വർഷം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കാർഷിക വകുപ്പ് മന്ത്രി നമ്മളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നു. മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിയിലെയും കർഷകന്മാർക്ക് ഉറപ്പ് കൊടുക്കണമെന്നും ആ കർഷകന്മാരുടെ ദുഃഖം മനസ്സിലാക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ശോഭ കരന്തലാജെ എന്ന് പറയുന്ന നമ്മുടെ ക്യാബിനറ്റ് സഹമന്ത്രി അവർ പാലക്കാട് വന്ന് 2 ദിവസം ചുറ്റിക്കറങ്ങി പാടശേഖര സമിതിയുടെ കർഷകരുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ അതെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ശോഭാ ദീദിയും വന്നു. ഇനി നമ്മുടെ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനങ്ങളുടെ മുന്നിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്യണം. എന്താ സത്യപ്രതിജ്ഞ? റോഡിൽ, ഇവിടെ ഈ വഴിയരികിൽ എന്താണ് ഇന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പാലക്കാടിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാർ. ഇതല്ലേ സത്യപ്രതിജ്ഞ? ഈ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 5 ദിവസം പോലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായോ? ഇല്ല. 1 മണിക്കൂർ തന്റെ കുടുംബത്തെയും തന്റെ ബിസിനസിനെയും മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ LDFന്റെ സ്ഥാനാർത്ഥി. UDF എന്താ പറയുന്നത്? UDFന്റെ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് തരണം, പക്ഷേ കാലം ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിയെ കൊണ്ടുവരാന്നാ. അത് മതിയായിരുന്നെങ്കിൽ ഞാൻ മോദിജിയോട് പറഞ്ഞ അമിതാഭ് ബച്ചനെ കൊണ്ടുവരുമായിരുന്നു. എളുപ്പമാണ്. ഒരാൾ വന്ന് പാലക്കാട് സന്ദർശിച്ച് അമിതാഭ് ബച്ചൻ പ്രസംഗിച്ച് തിരിച്ചു പോയാൽ മതിയെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാം. അതാണോ പാലക്കാടിന് വേണ്ടത്? പാലക്കാടിന് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകൾ, കോളേജുകൾ, അവർക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ. ഒരു കോറിഡോറിന്റെ ഭാഗമായി പാലക്കാട് മാറുമ്പോൾ അവിടെ നമുക്കൊരു IT പാർക്ക്, ഹബ്ബുകൾ, നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്റ്റാർട്ടപ്പുകൾ, സ്റ്റാൻഡപ്പുകൾ, നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ പാലക്കാടിനെ വികസിപ്പിക്കാൻ വേണ്ടി വികസനത്തിന്റെ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ മത്സരിക്കുന്നത്. അതിനെ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാനും നിങ്ങളോട് ആവശ്യപ്പെടാനും അഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കൂടുതൽ ഒരു പ്രസംഗത്തിനും ഞാൻ മുതിരുന്നില്ല. ശ്രീമാൻ മുരളി പട്ടാമ്പി വിശദമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും നേരം ഇവിടെ കാത്തിരുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA ആയാൽ നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തും മൈക്കിൽ കേന്ദ്ര കേരള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം എന്ന് വാക്ക് നൽകിക്കൊണ്ട് നമ്മുടെ വീട് പോലെ ഈ പാലക്കാടിനെ നോക്കാം എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.